ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വ്യത്യസ്തമായ ഒരു രാജ്യമാണ് ജിബൂട്ടി. ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ പലതരം മുൻധാരണകൾ ഉണ്ടാകുമല്ലോ. ഇത് തുടങ്ങിയപ്പോൾ മുതൽ ഞെട്ടലോടെയാണ് ഓരോന്നും കണ്ടു തുടങ്ങിയത്. അവിടെയുള്ള ജനങ്ങൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെന്ന് അറിയുമ്പോൾ നമുക്കൊക്കെ വല്ലാത്തൊരു ചിന്ത തന്നെയായിരിക്കും. ജിബൂട്ടിയുടെ ഉൾനാടുകളിലേക്ക് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ സന്തോഷ് കുളങ്ങരയും കൂടെയുള്ള 2 സുഹൃത്തുക്കളും ആദ്യം വാങ്ങിയത് കുറേ കേസ് മിനറൽ വാട്ടറും കുപ്പികളാണ്. ഗ്രാമങ്ങളിലേക്ക് കടക്കുമ്പോൾ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ വന്നാൽ ഒരു കുപ്പി വെള്ളം അവർക്ക് കൊടുത്താൽ മതിയത്രേ. അവർ ശാന്തരായി മാറിക്കൊള്ളും. അത്രയ്ക്ക് ദൗർബല്യമാണ് വെള്ളത്തിന്. ടൗണിൽ നിന്നും വെള്ളവുമായി വരുന്ന ലോറി ആഴ്ചയിൽ ഒരിക്കൽ വന്ന് അളന്നു കൊടുക്കുന്ന വെള്ളം കൊണ്ടാണ് ഇവർ ഇവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നത്. വെള്ളത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലലും രൂക്ഷമാണിവിടെ. ഒരു കുടുംബത്തിലെ ആണിന് ഏറ്റവും കുറഞ്ഞത് 3 ഭാര്യമാർ ഉണ്ടാകും. ഇവർ ചിലപ്പോൾ ഒരു കുടുംബത്തിലെ തന്നെ സഹോദരിമാർ ആയെന്ന് വരാം. ഈ ഗ്രാമത്തിലെ പുരുഷന്മാർ ഭൂരിഭാഗവും ആടിനെ മേയിച്ചും അതിൻ്റെ പാല് വിറ്റും വരുമാനം കണ്ടെത്തുന്നവരാണ്. മരുഭൂ സമാനമായ ഭൗമ അന്തരീക്ഷത്തിൽ കല്ലുകളും മരവും കൊണ്ട് പണി കഴിപ്പിച്ച ഏതാണ്ട് കുട്ട കമിഴ്ത്തി വെച്ചതുപോലെയുള്ള തോന്നിക്കുന്ന കുടിലുകളാണ് ഇവർ വസിക്കുന്നത്. ഇവിടേക്ക് വരാൻ കൃത്യമായ റോഡുകൾ പോലുമില്ല. വാഹനങ്ങൾ ഓടിയുണ്ടായ ചാലുകൾ മാത്രം. പ്രകൃതിയുടെ അത്ഭുതമായ ലൈംസ്റ്റോൺ ചിമ്മിനി, ആവി വമിക്കുന്ന ചൂടുവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ചിമ്മിനികൾ ധാരാളം ഇവിടെയുണ്ട്. വോൾക്കാനോ പോലെയുള്ള പ്രതിഭാസങ്ങൾ അരങ്ങേറാൻ സാധ്യതയുള്ള ഇടം. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളോളം കണ്ണത്ത മരുഭൂസമാനമായ പ്രദേശം. അവിടെ വെച്ച് സഞ്ചരിച്ച വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുണ്ടായാൽ ചരക്കിറക്കി തിരികെ പോകുന്ന ലോറി വരുന്നത് നോക്കി നിൽക്കണം. ഇവിടെയുള്ളവർ വസ്ത്രം, പലചരക്കുകൾ പോലുള്ള സാധനങ്ങൾ വാങ്ങാനും മറ്റും പോകുവാൻ ആശ്രയിക്കുന്നത് ഇതുപോലെയുള്ള ലോറികളെയാണ്. ഇവരുടെയൊക്കെ ഗ്രാമത്തിൽ കൂടി ഒരു കാർ പോകുന്നത് അവിടെയുള്ള കുട്ടികൾക്ക് ഒരു ഉത്സവ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. അവർ സന്തോഷത്തോടെ ആ വണ്ടിയുടെ പിറകെ ഓടി വരും. കുറേ നേരം, എത്രയോ കിലോമീറ്ററുകൾ കൂടുമ്പോൾ കാണുന്ന ഒരു ചെറിയ ഗ്രാമം എന്നതൊഴിച്ചാൽ പ്രകൃതിയെ മാത്രം കാണാവുന്ന ഇടം. മനുഷ്യൻ്റേതായി ഒന്നും അവിടെയില്ല. പോഷകാഹാരക്കുറവും കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാതെ വരുന്നതും കാരണം നിരവധി ശിശുമരണങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അവിടെ മരിക്കുന്ന കുട്ടികളെ ഇവർ തന്നെ താൽക്കാലികമായി ഉണ്ടാക്കിയെടുത്ത ഒരു ശ്മശാനത്തിൽ സംസ്കരിക്കുന്നു. മൺപാതയുടെ അരികിലായി ഒരൽപ്പം മണ്ണ് ഉയരത്തിൽ നിറച്ചിട്ട നിരവധി കൂമ്പാരങ്ങൾ കാണുന്നുവെങ്കിൽ അതാണ് ഇവരുടെ ശ്മശാനം. ഇവർ ജീവിക്കുന്നത് മതിൽ കെട്ടി തിരിച്ച സ്വന്തം ഭൂമിയിലല്ല, മറിച്ച് ശൂന്യമായി കിടക്കുന്ന മരുഭൂമിയിൽ താരതമ്യേന സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരിടത്ത് കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും വെച്ച് ഒരു കുടിലുണ്ടാക്കി മരിക്കും വരെ അവിടെ ജീവിക്കും. ഒരു കുപ്പി വെള്ളമാണ് ഇവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഇങ്ങനെയൊരു ജീവിതത്തെക്കുറിച്ച്? ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ സ്വർഗതുല്യമാണ് നമ്മുടെ ജീവിതം. നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങളല്ലാതെ മറ്റൊന്നും നമുക്കില്ല. ഇനി പറയുന്നത് ഇതൊക്കെ നമ്മളെ കാണിക്കുകയും മനസ്സിലാക്കി തരികയും ചെയ്ത ഈ മനുഷ്യനെക്കുറിച്ചാണ്, സാക്ഷാൽ സന്തോഷ് ജോർജ് കുളങ്ങരയെക്കുറിച്ച്. ഇടയ്ക്ക് പലതവണ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഗ്രാമവാസികൾ അദ്ദേഹത്തെ കല്ലെറിയാൻ നോക്കി. ചെല്ലുന്നിടത്ത് എല്ലായിടത്തും ചീത്തവിളി, വെട്ടുകത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി, ഇങ്ങനെ എന്തെല്ലാം സഹിച്ചാണ് ഈ മനുഷ്യൻ ഇതൊക്കെ നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ഇത്രയൊക്കെ ഇദ്ദേഹം ചെയ്താലും നമ്മൾ മലയാളികൾ പറയും, അവന് കാശുണ്ടല്ലോ, അവന് എവിടെ വേണമെങ്കിലും പോകാലോ എന്ന്. സത്യത്തിൽ ഇദ്ദേഹം പണമുണ്ടാക്കുന്നത് സ്കൂള്, ഹോട്ടലുകൾ പോലെയുള്ള ബിസിനസ്സുകളിൽ നിന്നാണ്. ആ പണം വെച്ചാണ് ചാനൽ നടത്തുന്നതും അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഇദ്ദേഹം തന്നെയാണ്. കുറേ കേട്ടിട്ടുണ്ട് ഇങ്ങേരുടെ ജീവൻ പണയം വെച്ച് ഷൂട്ട് ചെയ്ത കഥകൾ. ഈജിപ്തിലെ അടിയന്തരാവസ്ഥ സമയത്ത് രക്ഷപ്പെട്ട സംഭവം, ഇപ്പോൾ ഇതാ ജിബൂട്ടിയിൽ ഉണ്ടായ സംഭവം, അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. അതും ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽസ് എല്ലാം സിനിമയെ വെല്ലുന്ന ഷൂട്ടുകൾ, പക്ക പ്രൊഫഷണലായി എടുത്തിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്താലും നമ്മൾ മലയാളികൾ ഇവരെ പോലെയുള്ളവർക്ക് വില കൊടുക്കില്ല. എന്തെങ്കിലും ഞൊണ്ടിന്യായം കണ്ടെത്തുക തന്നെ ചെയ്യും.
കരിക്കാതിരിക്കാൻ നമുക്കൊക്കെ എത്ര പണം ഉണ്ടായാലും ഇങ്ങേരെ പോലെയൊന്നും ചെയ്യാൻ മനസ്സ് വരില്ല. കാരണം നമ്മൾ മലയാളികളാണ്. ശരിക്കും ഇദ്ദേഹം മറ്റൊരു രാജ്യത്താണ് ജനിച്ചിരുന്നതെങ്കിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എത്ര ബഹുമതികൾ അയാളെ തേടിയെത്തുമായിരുന്നു. കൊച്ചുകുട്ടികൾക്ക് പോലും അയാൾ സുപരിചിതനാകുമായിരുന്നു. പറഞ്ഞിട്ടെന്തു കാര്യം? പലരും ജീവിതത്തിൻ്റെ തോൽവിയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഇദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ ഉണ്ടായതിന് പിന്നിൽ എന്ന 2.5 മണിക്കൂർ നീളുന്ന എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കണം. യൂട്യൂബിലുണ്ട്. അപ്പോൾ മനസ്സിലാകും ജീവിതം എങ്ങനെ കയ്യിൽ ഒതുക്കാം എന്നും സ്വപ്നങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും. ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയ അറിവായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓൾ ഇൻ വൺ വീഡിയോസുകൾ ലെസൺ മീഡിയ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് വെക്കുക. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.